ഹായ് ഗായ്സ്, നമ്മളെ വീട്ടിൽ സോളാർ വെച്ച് ഗായ്സ്. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ രണ്ട് ഒലയുണ്ട്. എൻ്റെ ഒലയുണ്ട്, ചേൻ്റെ ഒലയും ഉണ്ട്. അല്ല സോറി ഗായ്സ്, മൂന്ന് ഒലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോളാർ വെച്ച് ഗായ്സ്. ഇതൊരു 3 കിലോ വാട്ടിൻ്റെ സോളാറാണ്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സോളാറിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് ഗൈസ്. അതായത് റൂഫിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് സോളാർ പാനൽസ് വരുന്നത്. മൊത്തം മൂന്നും മൂന്നും 6 പാനലുണ്ട് ഗൈസ്. ഇവിടെയും ഉണ്ട് 3 പാനൽ. ഇതാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഗൈസ്. അത്യാവശ്യം ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതാണ്ട് ഇത് വന്നിട്ട് 6 പാനലുണ്ട് ഗൈസ്. അതിൻ്റെ ഒരു പാനലിൻ്റെ അവിടെയായിട്ട് ഒരു ലൈറ്റ്നിങ് കണ്ടക്ടർ വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് വന്നിട്ട് നമ്മുടെ ഇവിടെ ഈ ചുറ്റുവട്ടത്ത് വരുന്ന ലൈറ്റ്നിങ് ഒക്കെ, ഇത് ലൈറ്റ്നിങ് കണ്ടക്ടറോ ലൈറ്റ്നിങ് അറസ്റ്റർ എന്നും പറയാം. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ നല്ല രീതിയിൽ വെയിലടിക്കുന്നതാണ്. ഈ ഭാഗത്ത് നിന്ന് രാവിലെ ആകുമ്പം നല്ല രീതിയിൽ വെയിലടിക്കും. ഉച്ചയ്ക്കും നല്ല രീതിയിൽ അത്യാവശ്യം ഇവിടെ നിന്ന് വെയിലുണ്ട് ഗൈസ്. ഞാൻ നിൽക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കാലൊക്കെ വിറയ്ക്കുന്നുണ്ട് ഗൈസ്, അത്ര ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയും. അതാണ് അപ്പോഴത്തെ അവസ്ഥ. നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ നമ്മളിതിൻ്റെ EMI കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. നമ്മുടെ ലോണിലാണ് ചെയ്തേക്കുന്നത്, EMI ആണ്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ സീറോ കോസ്റ്റ് ആണ് ട്രാവലിങ്ങിന്. ഒലയും അതോ ഇലക്ട്രിക് കാറോ ഏതെങ്കിലും എടുത്താൽ വരുന്നത്. അപ്പോൾ അതാണ് ഗൈസ് അവസ്ഥ. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു അപ്ഡേറ്റും ഇതിൻ്റെ ഡീറ്റെയിലൊരു വീഡിയോ ഞാൻ എന്തായാലും ചാനലിൽ ഇടാം. ഫുൾ ഡീറ്റെയിൽസുമായിട്ടൊരു വീഡിയോ ഇടാം. അപ്പം ഇതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ സോളാറിലാണ് വീട്ടിലെ കറണ്ടൊക്കെ എടുക്കുന്നത്, സോളാറിൽ നിന്നാണ്. പിന്നെ എക്സസ് വരുന്ന കറണ്ട് KSEBിയുടെ ഗ്രിഡ് വഴി തന്നെ തിരിച്ചു പോകും. അപ്പോൾ ഇപ്പോൾ എൻ്റെ വണ്ടി ചാർജ് ചെയ്യുന്നതെല്ലാം ഇതിലാണ്, ഈ സോളാറിലാണ് ഗൈസ്. അപ്പം നല്ലൊരു സംഭവമാണ്. എൻ്റെ മുകളിൽ നിൽക്കാനും അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി വരണ വഴി, ഇതിൽ കയറുന്ന വഴിയൊക്കെ ഉണ്ട് ഗൈസ്. അതൊക്കെ താഴെ നമ്മൾ റൂഫിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഈ ഏണി വന്നിട്ട് നമുക്കിവിടുന്ന് മാറ്റാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ ഇതാണ്ട് ഈ സാധനം ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ആ ഒരു കമ്പി അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഷീറ്റ് ക്ലോസ് ആവും. എന്നിട്ട് നമുക്ക് ഈ ഏണി ഊരി മാറ്റിക്കഴിഞ്ഞാൽ വഴിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. സെറ്റപ്പാണ് ഗൈസ്. വേറെ നമുക്ക് കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും ഇല്ല ഇത് വെച്ചോണ്ട്. അപ്പം എല്ലാം സെറ്റാണ് ഗൈസ്. ഗൈസ്, ഇതാണ് വഴി. നമുക്ക് ഇറങ്ങാനും കയറാനുള്ള വഴി ഇവിടെയാണ്. ഇതാണ് റൂഫ്. ഇത് വന്നിട്ട് പാനലാണ്. 6 പാനലുണ്ട്. ഇവിടെ മൊത്തം 3 ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് 3 പാനൽ വരുന്നുണ്ട്. ഇതുവഴിയാണ് താഴെ ഇറങ്ങേണ്ടത്. ആ ഒരു ഷീറ്റ് ഓപ്പണിംഗ് ആ ഓപ്പണിങ്ങിൽ വെച്ചിരിക്കുന്ന ഏണി വഴിയാണ് നമുക്ക് താഴെ ഇറങ്ങേണ്ടത് ഗൈസ്. അതിലിറങ്ങിയ നേരെ നമ്മുടെ ടെറസിൻ്റെ അവിടെ എത്തും ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വഴി. ഇത്തിരി റിസ്ക് ആണ് ഇവിടെ കയറി ഇറങ്ങുന്നതൊക്കെ. സൂക്ഷിച്ചൊക്കെ കയറിയില്ലേ പണി കിട്ടും. നേരെ താഴെ ചിറക്കി കഴിഞ്ഞാൽ അങ്ങ് അപ്പുറത്തെ വീടിൻ്റെ അവിടെ പോയി വീഴും ഗൈസ്. അതാണ് അവസ്ഥ. അപ്പോൾ നല്ല ഹൈറ്റിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഗൈസ്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് സോളാർ പാനലിൻ്റെ ആ സ്റ്റെപ്പിലാണ് ഗൈസ് ഇരിക്കുന്നത്. ഇവിടെ കാണുന്നത് സോളാറാണ്. ആ 3 പീസ്, ഇവിടെയും 3 പീസ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റാണ് ഗൈസ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഹൈറ്റൊക്കെ പേടിയാണ് ഗൈസ്. കൊള്ളാം, നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ളതും കൂടെ കാണിച്ചു തരാം ഗൈസ്. ഗൈസ്, ഇവിടെയാണ് പാനൽ വരുന്നത്. ഇതിൽ നമുക്ക് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ടെറസാണ് നമ്മുടെ വീടിൻ്റെ. അതിലേക്കൂടെ ഷീറ്റിൻ്റെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 പാനലുണ്ട്. ഇവിടെ 3 പാനലുണ്ട്. മൊത്തം 3 കിലോ വാട്ടിൻ്റെ സോളാറാണ് വെച്ചേക്കുന്നത്. നല്ല വെയിലുള്ള പീക്ക് ടൈമിൽ കറക്റ്റ് 3 കിലോ വാട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ സ്റ്റെയർ ആണ് ഗൈസ് ഈ കാണുന്നത്. ഈ സ്റ്റെയർ വഴി ഇറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങി ഇതിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്തെത്തും ഗൈസ്. ഇവിടെ ആയിട്ട് ഒരു ലാഡർ തൂക്കി ഇട്ടേക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതിലേക്കൂടെ നമുക്ക് താഴെ ഇറങ്ങാം ഗൈസ്. ഞാൻ അതിലാണ് നിൽക്കുന്നത്. ഇതിൽ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ടെറസ് എത്തും ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് ഇവിടുത്തെ മൊത്തം വ്യൂ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി സോളാർ വെച്ച് ഇപ്പോൾ ഒരാഴ്ച അടുപ്പിച്ചായി. നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്, നമുക്ക് കറണ്ടിലൊക്കെ നല്ല വ്യത്യാസം വരുന്നുണ്ടോ, എങ്ങനെയാണ് എന്താണെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഇടാൻ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇതുവഴി ആ റൂഫ് വഴിയാണ് ഇപ്പം ഞാൻ കാണിച്ചത് വഴിയാണ് ടെറസിലോട്ട് കയറുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല കാറ്റാണ്, നല്ല പേടിയുണ്ട് ഇവിടെ നിൽക്കാനായിട്ട്. അപ്പോൾ എന്തായാലും കാണാം ഗൈസ്. അടുത്തൊരു വീഡിയോ ഉടനെ കാണാം ഗൈസ്.